കേരള സർവകലാശാലയിൽ ഉത്തരക്കടലാസ് നഷ്ടമായതോടെ വിദ്യാർത്ഥികൾ പ്രതിസന്ധിയിൽ. 5 കോളേജുകളിലെ 71 MBA വിദ്യാർത്ഥികൾ വീണ്ടും പരീക്ഷ എഴുതേണ്ടിവരും. വൈസ് ചാൻസലർ അടിയന്തര യോഗം വിളിച്ചിട്ടുണ്ട്. തിരുവനന്തപുരത്തേക്കുള്ള ബൈക്ക് യാത്രയ്ക്കിടെയാണ് ഉത്തരക്കടലാസ് നഷ്ടമായതെന്ന് അധ്യാപകൻ പറയുന്നു. കേരള സർവകലാശാലയിലെ MBA വിദ്യാർത്ഥികളിലെ 3ാം സെമസ്റ്റർ ഉത്തരക്കടലാസ് ഇപ്പോൾ നഷ്ടമായ സംഭവം വലിയ രീതിയിൽ വിവാദമായിരിക്കുകയാണ്. ആ ഉത്തരക്കടലാസുകൾ നഷ്ടമായിട്ടുള്ള ആ അധ്യാപകൻ നമ്മളോടൊപ്പം ചേരുകയാണ്. പ്രോജക്ട് ഫിനാൻസ് എന്ന് പറയുന്ന MBAയുടെ പേപ്പർ ഏകദേശം കഴിഞ്ഞ മെയ്യിലോ അങ്ങനെ എന്തോണ് കഴിഞ്ഞിരിക്കുന്നത്. അതിനുശേഷം എനിക്ക് പേപ്പർ കിട്ടുന്നത് ഡിസംബറിലാണ്. അവിടുന്ന് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ഫസ്റ്റ് ടൈമാണ് വാല്യൂ ചെയ്യുന്നത്. കേരള യൂണിവേഴ്സിറ്റിയുടെ പേപ്പർ വാല്യൂ ചെയ്യുന്നത് ഫസ്റ്റ് ടൈം. പാറ്റേൺ മനസ്സിലാതെ എങ്ങനെയാണ് അതിൻ്റെ മാർക്ക് പാറ്റേൺ എന്നൊക്കെ ഉള്ളത് അറിയാമെന്ന് വിചാരിച്ചിട്ട് നമുക്ക് തിരുവനന്തപുരത്ത് അവിടെ യൂണിവേഴ്സിറ്റി തന്നെ പോയി വാല്യൂ ചെയ്യാം. അപ്പോൾ 2-3 നമുക്കൊന്ന് എക്സ്പീരിയൻസ് ആയി കഴിഞ്ഞാൽ പിന്നെ ഇത് ചെയ്യാൻ 23-ാം തീയതിയാണ് ഇത് റിസീവ് ചെയ്യുന്നത് പേപ്പർ. പിന്നെ 2025 ജാനുവരി 13-ാം തീയതിയാണ് ഇത് ഞാൻ കാരണം പിറ്റേ ദിവസം ലീവായത് കാരണം പതുക്കെ പോയാൽ മതിയല്ലോ എന്ന് വിചാരിച്ചിട്ട് ഇതെല്ലാം പിന്നെ ബൈക്കിൽ ഇതെല്ലാം കെട്ടി തിരുവനന്തപുരത്ത് പോവുകയായിരുന്നു. അപ്പോൾ അങ്ങനെ പോകുന്ന സമയത്ത് ഏകദേശം വീട്ടിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് ആലത്തൂരൊക്കെ എത്തുന്ന ടൈമിൽ തിരിഞ്ഞു നോക്കുന്ന സമയത്ത് ഇത് ഈ ബണ്ടിൽ കാണാനില്ല. അപ്പോൾ സൂക്ഷിച്ചിരുന്ന ഉത്തരക്കടലാസ് അത് നമ്മൾ ഇവിടെ അങ്ങനെ കെട്ടിയിട്ട് ബൈക്കിൻ്റെ സൈഡിൽ കെട്ടിയിട്ടാണ് നമ്മൾ കാരണം ആ സ്റ്റാൻഡും ഉണ്ടല്ലോ. അപ്പോൾ അതിലങ്ങനെ പൊസിഷൻ ചെയ്തിട്ടിരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇത് ബണ്ടിൽ കാണാൻ അപ്പോൾ ഏകദേശം ഒരു 10-12 കിലോ 10-15 കിലോമീറ്ററൊക്കെ വന്നിട്ടുണ്ടാവുള്ളൂ വീട്ടിൽ നിന്ന്. അപ്പോൾ അതുവരെ പിന്നെ ഒരു 3-4 പ്രാവശ്യം അന്ന് രാത്രി തന്നെ തിരിഞ്ഞ് ഏകദേശം ഒരു 2-3-4 മണി വരെ തന്നെ ഇതിങ്ങനെ റൗണ്ട് അടിച്ച് നടന്നു. അതിനുശേഷം രാവിലെയും പിന്നെ അതുവരെ പോയിട്ട് എല്ലാ കടകളിലൊക്കെ പറഞ്ഞ് ഈ ആക്രി കടകളിലൊക്കെ പറഞ്ഞ് നമ്മൾ നമ്പറൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ ആരും വിളിക്കാത്ത ഒരു സിറ്റുവേഷനിലാണ് നമ്മൾ നേരെ പിന്നെ നോർത്ത് പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് ജനുവരി 14-നായിരുന്നു. ജനുവരി പൊങ്കൽ ദിവസം അന്ന് അവിടെ ലീവാണ്. ഇപ്പോൾ യൂണിവേഴ്സിറ്റീനെ നമുക്ക് അറിയിക്കാൻ കാരണം യൂണിവേഴ്സിറ്റി ലീവായിട്ട്. അപ്പോൾ അങ്ങനെ അവിടെ പോയിട്ട് നോർത്ത് പോലീസ് സ്റ്റേഷനിൽ അങ്ങനെ അവർ പറഞ്ഞ് FIR എടുക്കാൻ പറ്റില്ല. കാരണം നമ്മുടെ അടുത്ത് നിന്ന് ഒരാൾ പിടിച്ചു വാങ്ങിയാൽ മാത്രമേ FIR എടുക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ നമുക്ക് ലോസ്റ്റ് എന്നുള്ളത് ഇത്ര പേപ്പർ നിങ്ങളുടെ നഷ്ടമായി എന്നുള്ള രീതിയിൽ എഴുതി തരാമെന്ന് പറഞ്ഞാൽ അവരത് തന്നു. അതും വെച്ചിട്ട് ഞാൻ അപ്പം തന്നെ യൂണിവേഴ്സിറ്റിയിലേക്ക് പോയി. അതായത് 15-ാം തീയതി രാവിലെ തിരുവനന്തപുരത്തെത്തി. അന്ന് യൂണിവേഴ്സിറ്റിയിൽ പോയിട്ട് ഇത് ഇങ്ങനെ പേപ്പർ ലോസ്റ്റ് ആണെന്നുള്ളത് പറഞ്ഞു.